ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിൻ്റെ ചാർട്ട് അനാലിസിസ് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മന്ത്ലി ഒന്ന് എടുത്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ടൊന്ന് അതിൻ്റെ ഓവറോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി. ഇതൊരു അറൗണ്ട് ഒരു 95 മുതലുള്ളൊരു ചാർട്ടാണ്. നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം 95 മുതലുള്ളൊരു ചാർട്ടാണ്. അപ്പം ഇതിനകത്ത് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ആ ഒരു സമയത്ത് വന്നിട്ടില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ഒരു ഹൈയിലൊക്കെ വാങ്ങിച്ചവരൊക്കെ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു നല്ലൊരു പൊസിഷൻ കിട്ടിയാൽ മാത്രം വാങ്ങിക്കുക, ഒരു ബ്രേക്ക് ഔട്ട് നടന്നാൽ മാത്രം വാങ്ങിക്കുക എന്ന് പറയുന്നൊരു കാര്യം അതാണ്. അപ്പം പ്രൈസ് ആക്ഷൻ പഠിച്ചിരുന്നാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം മുമ്പിലത്തെ കണ്ടു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസിലും പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. അപ്പോൾ ഇതൊരു മന്ത്ലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ലൈൻ നമ്മൾ ഇങ്ങോട്ട് വരച്ചേക്കുന്നത്. അത് ജസ്റ്റ് പല കളർ നമ്മൾ കൊടുത്തന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഹ്യൂജ് വോളിയം എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. താഴോട്ട് നോക്കി. അപ്പം അവിടെ എൻട്രി എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് എൻട്രി എടുത്തവരും പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴത്തേക്ക് നമ്മളത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളൊരു വീക്കിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ വ്യൂ കിട്ടും. കണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിടപ്പുണ്ടായിരുന്നു. നോക്കിക്കേ, ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ലോവർ ഹൈ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പോർഷൻ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളിത് കണ്ടോ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് താഴത്തെ വോളിയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു വോളിയം സ്പൈക്ക് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല കിടിലിന് എൻട്രി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് മണി അവിടെ എൻട്രി എടുത്തിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളൊരു 2 ടൈം ഫ്രെയിമിൽ നമ്മളിപ്പോൾ ഒന്ന് കയറി നോക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെയിലി ടൈം ഫ്രെയിമിലോട്ടൂടെ ഒന്ന് കയറി നോക്കാം. പുതിയൊരു എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയണമല്ലോ. അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യാനായിട്ടാണോ, അതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻട്രി എടുത്ത് നോക്കാം. എൻട്രി അല്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചാർട്ട് ഒന്ന് വരച്ച് നോക്കാം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. നമുക്ക് വേറെ കളർ കൊടുക്കാം. ഞാൻ ചിലപ്പോൾ പല ടൈം ഫ്രെയിം വരയ്ക്കാൻ നേരത്ത് പല കളർ മാർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനായിട്ട് വരും. നിങ്ങളിപ്പം ഏതിലെ കംഫർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെ ചെയ്യുക. അതായത് ഒരിക്കലും ഇന്നാൾ പറഞ്ഞു ഇന്ന രീതിയിൽ പറഞ്ഞതൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളുടെ അത് മാറ്റാതിരിക്കുക. നിങ്ങൾ കംഫർട്ടാണോ, നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ, ഇത്രയും ഒരു ഏരിയ കിട്ടിയാൽ തന്നെ നമുക്കാണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് വരയ്ക്കാം. അപ്പം അത് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളൊന്ന് നീട്ടി വരച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടി. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് കാണാം. റെസിസ്റ്റൻസ് നമുക്ക് അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഉണ്ടോ? അപ്പോൾ നമ്മളൊരു ചാർട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി മൂവ്മെൻ്റ് ഒക്കെ കൊടുത്ത്, മൂവ്മെൻറ്റ് കൊടുക്കാമെന്നല്ല, ചെറിയൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടൊക്കെ വരും. അപ്പോൾ അതെല്ലാം ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ഉണ്ടോ? ഇല്ല. നമ്മളപ്പം ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് പോകുന്നു. കണ്ടോ, സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മളിപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കാണുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിത് പറയാറുള്ളൂ, ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട്. ഇത് കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ടൊരു ഈ ഒരു ഏരിയയിലൊരു തടസ്സമുണ്ട്, ഇങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ അവിടെ ഒരു സെല്ലിംഗ് ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാം. സെല്ലേഴ്സ് വരുന്നിടത്താണല്ലോ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കിവിടെ താഴോട്ട് പിന്നെയും വന്ന് പിന്നെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബ്രഷ് ഇട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു പെയിൻറ്റ് കൊടുത്ത് ഈ സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം, ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കൊണ്ട് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സൽ പോലെ വരുന്നതുണ്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇതൂടെ ഞാനൊന്ന് റെഡ് ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പാറ്റേൺ പോലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. പാറ്റേൺസിനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ബേസിക്കായിട്ട് നമ്മളതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം ഇത് എവിടെയോ കണ്ടു പറഞ്ഞൊരു പാറ്റേൺ പോലെ തോന്നുന്നില്ലേ? ഈ ഒരു ഏരിയ ഒന്ന് നോക്കി, എവിടെയോ കണ്ടു പറഞ്ഞൊരു പാറ്റേൺ പോലെ തോന്നുന്നില്ലേ? ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. നിങ്ങളത് വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാകും. മറ്റേ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി ഫസ്റ്റ് പഠിക്കുക, പിന്നെ മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ചാർട്ട് അനാലിസിസിനെ പറ്റി തന്നെ നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നോക്കാൻ നേരത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. ഒരിക്കലും നമ്മൾ ഇവിടെ കയറി ചാടി എടുത്താൽ പിന്നെ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും നമ്മളെപ്പോൾ എൻട്രി എടുക്കണം? നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മളൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് ഒരു എൻട്രി എടുക്കേണ്ടത്? ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ലൈൻ, ഈ മുകളിലത്തെ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ആയാൽ നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രിയെ പറ്റി ചിന്തിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കടന്നിട്ട് റീടെസ്റ്റ് കിട്ടിയാൽ അടിപൊളി. അപ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ വാങ്ങിക്കുന്നവരുണ്ട്. റിസ്ക് എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ
അങ്ങനെയും ചെയ്യാം. ഇപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, റീടെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം അങ്ങനത്തെ പല രീതിയിൽ നമുക്കത് വെയിറ്റ് ചെയ്യാം. വലിയ കാര്യമൊന്നും അല്ല, വളരെ സിമ്പിളല്ലേ. അപ്പം ട്രെൻഡ്ലൈൻ കളയണ്ടായിരുന്നു, അന്നിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ മാർക്ക് ചെയ്യുന്നു. അപ്പം ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടിയാൽ നമ്മളിപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. കാര്യം നമ്മളൊരിക്കലും ഏതെങ്കിലും സ്ക്രീനർ കയറി കിട്ടി അങ്ങനെ നോക്കുന്നതിലും ബെറ്റർ എപ്പോഴും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിനകത്ത് തന്നെ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, നിങ്ങളുടെ ബ്രോക്കറിനകത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിനകത്ത് എഴുതിയിടാം. ആഡ് ചെയ്താൽ നമുക്കൊന്നും എളുപ്പത്തിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടിയാൽ പിന്നെ ഈ ഒരു ഏരിയ വരെ പോയി തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് വരെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് 1:2 അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കത് അപ്പോൾ എത്ര മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമുക്കിവിടെ നോക്കാം. ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് പ്രോപ്പറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ. ഓക്കെ, പിന്നെ പല കൺഫർമേഷൻ കിട്ടിയിട്ടും ഒരു കൺഫർമേഷൻ അല്ലാതെ ഒന്നിലധികം കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം വാങ്ങിക്കുക. പിന്നെ ഈ ഒരു ഏരിയ എന്നൊക്കെ വാങ്ങിച്ചിട്ട് വിൽക്കണമെന്ന് ചോദിച്ചാൽ നിലവിൽ വിൽക്കേണ്ട. കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതും താഴെ നിന്ന് തന്നെ ഇപ്പോൾ എത്ര മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് നോക്കി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഏത് രീതി മൂവ്മെൻറ്റ് കിട്ടിയെന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കിയേ. മറ്റേ ഇങ്ങോട്ട് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത്രയും മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുന്നത്, ഈ ഒരു ഏരിയ ബ്രേക്ക് കിട്ടിയാൽ നിങ്ങൾക്കാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു എൻട്രി നിങ്ങൾക്കത് കിട്ടും. അപ്പം അവസരം കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് മാത്രം ഒരു എൻട്രി എടുക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരിക്കലും വേറൊരാൾ പറഞ്ഞു അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതി നോക്കരുത്. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ്, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം, നിങ്ങൾക്കൊരു സ്വിംഗ് ലോയി വെക്കാം, ഈ റെസിസ്റ്റൻസിൻ്റെ താഴെ വെക്കാം. എപ്പോഴും നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്നിങ്ങോട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാനായിട്ടൊക്കെ നിങ്ങൾക്കൊന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം റീസെൻ്റായിട്ടുള്ള നമ്മുടെ വീഡിയോസ് കാണുക. ഇപ്പോൾ ചിലതൊക്കെ റീടെസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പുതിയൊരു എൻട്രി എടുക്കാം, ആവറേജ് ചെയ്യാം, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഒരിക്കലും എടുത്ത് ചാടി എൻട്രി എടുക്കാതിരിക്കുക. പിന്നെ മാർക്കറ്റിൽ പലപ്പോഴും പല ഫ്ലക്ച്വേഷൻസും വരും. എപ്പോഴും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും മൈൻഡിൽ വെക്കുക. എപ്പോഴും നമ്മൾ ഇംപ്രവൈസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇപ്പം ബ്രേക്ക് ഔട്ട് നടന്നാലും താഴെ ഉള്ളവർക്ക് ഇവിടുന്ന് ഈ ഒരു ഏരിയയിലുള്ളവർക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് കയറ്റി ഇവിടെ കൊണ്ടുപോകാം, ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുപോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട പേടിക്കാന്നല്ല, അലർട്ടാവേണ്ട സിറ്റുവേഷൻ ഈ ഒരു ട്രെൻഡ് ലൈൻ, നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയി താഴെ പോയാൽ മാത്രം ആ ഒരു അപ്പ് ട്രെൻഡ് അവസാനിക്കാറായെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുക. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ചാർട്ടുകളിനകത്ത് കയറി നോക്കുക, പലതും വരച്ച് നോക്കുക. ഇപ്പം നമ്മുടെ വീഡിയോസ് മുമ്പുള്ളതൊക്കെ കണ്ട് നോക്കുവാണെങ്കിൽ ചില എൻട്രി പോയിന്റ് കിട്ടും. ഒരിക്കലും ബ്രേക്ക് ഔട്ട് ആകാതെ, പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കിട്ടാതെ എടുത്ത് ചാടി മേടിക്കരുത്. നല്ലൊരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം മേടിക്കുക. അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.